വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ടുള്ള ബിരിയാണി മസാലയ്ക്കായി ഒരു 15 ഏലക്കായും 1.5 ടീസ്പൂൺ ഗ്രാമ്പൂവുമാണ്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 5 പീസ് പട്ടയാണ്, ഈ രീതിയിലുള്ള 5 കഷ്ണമാണ്. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ സായ് ജീര. ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അധികം വറന്നു പോവരുത്. ഇതിലേക്ക് ഒരു ജാതിപത്രിയുടെ പകുതിയാണ് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. നമ്മുടെ മസാലയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതൊരു 1.25 കിലോ ചിക്കനാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മസാല വെന്ത് വരുന്ന അത്രയും സമയം മാത്രം മാറ്റി വെച്ചാൽ മതി. ഇത് ഒരു 3 കപ്പ് ജീരകശാല റൈസാണ്. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുതിരാനായി വെച്ചതാണ്. ഇതിലേക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യുമാണ്. അതൊന്ന് നമുക്ക് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടായി വരുമ്പോൾ ഒരു വലിയ കുടം വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തതാണ്. പിന്നെ ഇതൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായി ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു 8 പച്ചമുളകാണ്, അത് നന്നായി ചതച്ചെടുത്തതാണ്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ അല്പം കറിവേപ്പില കൂടിയിട്ട് നമുക്കിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സവാളയാണ്. ഇതൊരു 5 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതാണ്. അത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വേഗം വഴന്നു വരുന്നതിനായിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടിയിൽ താഴെ മല്ലിയിലയും ഒരു കൈപ്പിടി നിറയെ പുതിനയിലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ മല്ലിയിലയേക്കാൾ കൂടുതൽ പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്ന് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരുന്ന ബിരിയാണി മസാലയാണ്. അതുകൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിനനുസരിച്ച് പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതൊരു 3 മീഡിയം സൈസ് തക്കാളിയാണ്. അത് ഈ രീതിയിൽ സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചിക്കനും തക്കാളിയും എല്ലാം വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അരി കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഏലക്കായും പിന്നെ 2 കഷ്ണം പട്ട, പിന്നെ ഒരു 4 ഗ്രാമ്പു, ഒരു നുള്ള് പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഉപ്പ് ഒരു അല്പം മുൻപിൽ നിൽക്കണം, എന്നാലേ അരിക്ക് നന്നായി ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇനി കുതിർത്ത് വെച്ചിരുന്ന അരി വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരി വേവിച്ചെടുക്കാം. അരിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഊറ്റി മാറ്റാം. ഞാൻ ചിക്കൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും വന്ന വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികം വറ്റിപ്പോവണ്ട, അല്പം കുഴമ്പൻ പരുവത്തിലുള്ള ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യുന്നതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ വേവിച്ച് വെച്ചിരുന്ന അരി ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചോറിന് മുകളിലായിട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ബിരിയാണി മസാലയോ ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലത്തെ ലെയറിലും നമുക്ക് ഇതുപോലെ തന്നെ നെയ്യും പിന്നെ ബിരിയാണി മസാലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലത്തെ ലെയറിൽ ഞാൻ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നില്ല. അതിന് മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു അടികട്ടിയുള്ള ഒരു പാൻ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ഇത് വെച്ച് ദം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ അല്പം മല്ലിയിലയും പുതിനയിലയും പിന്നെ കാണാനൊരു ഭംഗിക്ക് ഞാൻ കുറച്ച് സവാള വറുത്തിട്ടിരുന്നു. അതുകൂടാണ്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഞാൻ വറുത്തിട്ടിരുന്നു. നമ്മുടെ ബിരിയാണി എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ചോറെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും എന്നാൽ വളരെ എളുപ്പത്തിൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ദം ചെയ്യാനുള്ള സമയം മാത്രമേ പിന്നെ എക്സ്ട്രാ പോകുന്നുള്ളൂ. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്